ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ജനന തിരുനാൾ ആചരിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളിൽ നമ്മൾ ഒരുങ്ങി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ സ്വീകരിക്കാനായിട്ട് ഈ ക്രിസ്മസിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇവിടെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ആഹാസ് രാജാവിന് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത എമ്മാനുവൽ പ്രവചനവും നമ്മളോട് കൂടി വസിക്കാൻ വരുന്ന ഈശോയുടെ പ്രതീകമായിട്ട്, അതുപോലെ പിന്നീട് വെളിപാട് പുസ്തകത്തിൽ നമ്മളോട് കൂടി വസിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ദർശനവും, ഇതെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് ഈ മാലാഖമാർ കർത്താവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാരെ ആ വിവരം അറിയിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതെന്താണ്? ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ഈ ശിശുവിൻ്റെ കാര്യമെല്ലാം പറയും. ആ സമയത്ത് പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ഒരു ആശയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞ്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പക്ഷെ ഞാൻ തരുന്ന സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനം എന്താണ്? നമുക്കറിയാം, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നു, പിന്നീട് ആ യുദ്ധം നിർത്തുന്നു, അവർക്ക് സമാധാനമുണ്ടാകുന്നു. അവിടെ ഈ യുദ്ധത്തിൻ്റെ അഭാവം മാത്രമാണ് സമാധാനം. യഥാർത്ഥത്തിൽ ആ 2 രാജ്യങ്ങളും തമ്മിൽ സ്നേഹത്തിലായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 2 വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, ആ വ്യക്തികൾ തമ്മിൽ ആ വഴക്കില്ലാതാക്കിയെന്ന് വരും. അതിനർത്ഥം അവർ സമാധാനത്തിലായി എന്നല്ല. വീണ്ടും അവസരം കിട്ടിയ അവർ വീണ്ടും വഴക്കുണ്ടാക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, സന്മനസ്സുള്ളവർക്കല്ലേ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. മാതാവിനെ ദൂതൻ വന്ന് അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്, സ്വസ്തി. ഇതുപോലെ ദൈവകൃപ നിറയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സമാധാനം, ഈശോയുടെ സമാധാനം കിട്ടുക. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ക്രിസ്മസിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാം ഒരു അവസരമായിട്ടൊരു തിരുനാളായിട്ടാണ് കാണുക. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം ദൈവത്തിൻ്റെ നമ്മളിലുള്ള വാസം മൂലം ദൈവകൃപ നിറഞ്ഞവരാകുന്നു എന്നുള്ള ആ ചിന്തയിൽ നിന്നാണിത് വരുന്നത്. അതുകൊണ്ട് ഈ മാലാഖമാർ പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നുള്ള വാക്യം നമ്മൾ നമ്മുടെ ക്രിസ്മസ് കാർഡിലൂടെ, അത് ഒരുപാട് കാർഡൊന്നും ആരും അയക്കാറില്ല, എങ്കിലും നമ്മൾ വാട്സാപ്പിലൂടെ അവിടെ ഇവിടെ എല്ലാം ആശംസകൾ അയക്കും. അപ്പോൾ ആ ആശംസയിലൂടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ സമാധാനം തന്നെയാണ്. ദൈവകൃപ ലഭിച്ച നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ ജനിച്ചു കഴിഞ്ഞു. ആ ഈശോ നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള സമാധാനം തരട്ടെ. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിറഞ്ഞ കഷ്ടപ്പാടുകൾ കടന്നു പോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം നിങ്ങൾക്ക് സമാധാനം തരട്ടെ. ഇതൊക്കെയാണ് നമ്മൾ കേക്ക് കൊടുക്കുമ്പോഴത് മധുരമുള്ള സാധനമാണ്. ഈ കേക്ക് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സമാധാനം മധുരമുള്ളതായി തീരട്ടെ. ഈ നിങ്ങളുടെ ജീവിതം കഷ്ടത്തിൽ നിറഞ്ഞതാണെങ്കിൽ സമാധാനമുള്ളതാവട്ടെ, മാധുര്യമുള്ളതാവട്ടെ എന്നാണ് ഈ പറയുന്നത്. അതുപോലെ നമ്മൾ കൊടിതോരണങ്ങളൊക്കെ തൂക്കാറുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസിനുള്ള അലങ്കാര വസ്തുക്കളൊക്കെ തൂക്കും, ക്രിസ്മസ് ട്രീ വെക്കും. ഇതൊക്കെ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ദൈവകൃപ നിറഞ്ഞവരാണ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ ചൈനക്കാരുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കുന്നത് കൊണ്ടോ, അലങ്കാര വിളക്കുകൾ തെളിച്ചത് കൊണ്ടോ, പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ടോ നമുക്ക് ഈ സമാധാനം ഉണ്ടാവില്ല. അതിന് ദൈവകൃപ നിറയുക തന്നെ വേണം. ആ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? ഈ എമ്മാനുവേലായിട്ട് നമ്മുടെ ഇടയിൽ വന്ന് കൂടാരം അടിച്ചവൻ്റെ നിത്യ സാന്നിധ്യത്തെയാണ് ഈ ദൈവകൃപ എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മളിലേക്ക് അത് വരുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അരൂപിയുടെ രൂപത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രൂപത്തിലൊക്കെയാണ്. അങ്ങനെ നമ്മളിൽ ഈ ദൈവത്തിൻ്റെ അരൂപി നിരന്തരം വാസമുറപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രതികരണ ശൈലികളെല്ലാം അവിടുത്തേതുപോലെ ആയിത്തീരും. അപ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. നമുക്കറിയാം, നമ്മൾ
ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ തിരിച്ച് 2 വിളിക്കുന്നു. ചുരുങ്ങിയ ആളുകൾക്ക് ഒരു മനസ്സംതൃപ്തി ഉണ്ടാകും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഭൂരിപക്ഷം പേർക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു പശ്ചാത്താപം തോന്നും. എന്നാലും അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. അതേസമയത്ത് നമ്മൾ അങ്ങനെ അവൻ നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ അല്പം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും നമ്മളത് സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അതിനെ സ്വീകരിക്കുക, സാരമില്ല എന്ന് വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ പശ്ചാത്താപം ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾ തെറ്റ് ചെയ്തില്ലല്ലോ, അവനെ നമ്മൾ തിരിച്ച് വിളിച്ചില്ലോ ഒന്നും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ദൈവകൃപ നിറഞ്ഞു എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക. നമ്മളിൽ ദൈവകൃപ നിറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശൈലികളും പ്രതികരണങ്ങളും എല്ലാം അതിൻ്റെ പശ്ചാത്തലങ്ങളായി മാറും. ദൈവത്തെ ഉൾക്കൊള്ളുന്നവർക്ക്, ദൈവത്തെ വഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റൊരു രീതിയിൽ പെരുമാറാൻ കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമുക്കറിയാം. പൗലോസ് ശ്ലീഹ എല്ലാം ഉണ്ടായിരുന്നവൻ എല്ലാം ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്. എന്നിട്ട് അവിടെയാണ് സമാധാനം കണ്ടെത്തുന്നത്. പൗലോസ് ശ്ലീഹ പറയാം, അവൻ നമ്മുടെ സമാധാനമായി, അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ കുറവുള്ളത്? ആരെനിക്ക് എതിര് നിൽക്കും? അതുകൊണ്ട് നിരന്തരമായിട്ട് കർത്താവ് നമ്മളിൽ, ഈ ജനിച്ച കർത്താവ് നിരന്തരമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട് എന്ന്, കൂടാരമടിച്ച് നമ്മൾ പോകുന്നിടത്തോടെ എല്ലാം നമ്മളുടെ ഒപ്പമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുക, അത് ഉറപ്പുവരുത്തുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ദൈവം ഈ സമാധാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ തരുന്ന സമാധാനം അത് ക്രിസ്മസിലുള്ള ആഘോഷങ്ങളിലല്ല, അല്ലെങ്കിൽ സമ്മാനങ്ങളിലല്ല, കേക്കിലല്ല, കാർഡിലല്ല. നേരെ മറിച്ച് അത് നമ്മളിൽ തന്നെയാണ്. ഈശോ നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധാനം കിട്ടും. അത് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കണം. ആ വചനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുക നമ്മളെ ദൈവം എങ്ങനെയാണ്, നമ്മൾ പെരുമാറാനായിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്. ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ കഴിയുമ്പോൾ ഈ സമാധാനം നമ്മളുണ്ടാകും. ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവകൃപയെന്ന് വിളിക്കുന്നത്. ഈ ദൈവകൃപ നമ്മളുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത്. ഈശോ യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ ഉറവിടം ആയി വരുന്നത്, മാറുന്നത് ഇങ്ങനെയുള്ള അവസരത്തിൽ മാത്രമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത്, കർത്താവ് തരുന്ന ഈ സമാധാനം നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ, അത് വ്യക്തി ജീവിതമായാലും കുടുംബജീവിതമായാലും ജോലിപരമായ ജീവിതമായാലും എവിടെയായാലും ആ സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിൽ വസിക്കുന്ന ഈ സമാധാനം, ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുള്ളവർക്ക്, അതൊരു പക്ഷേ മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മാതാപിതാക്കളാകാം, ബന്ധുജനങ്ങളാവാം, അല്ലെങ്കിൽ അയൽക്കാരാവാം, അതുമല്ല കൂട്ടുകാരാകാം, ആരുമാകട്ടെ, അവർക്കെല്ലാം നിങ്ങളിലുള്ള ഈ സമാധാനത്തിൻ്റെ ആ ഒരു അനുഭവം അവർക്കും ഉണ്ടാകാനായിട്ട് ഇടയാകട്ടെ. അതല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യരക്ഷയെന്ന് വിളിക്കുന്നത്. ദൈവം നമ്മളെ രക്ഷിക്കാൻ വന്നു, ഈശോ നമ്മളെ രക്ഷിക്കാൻ വന്നു, പാപത്തിൽ നിന്ന് മോചിക്കാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം ഇതാണ്. നമ്മളിത് ഇങ്ങനെയുള്ള ആ ഘടകങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രകൃതിയുള്ള മനുഷ്യരാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ക്രിസ്മസിൽ ദൈവത്തിൻ്റെ പ്രകൃതിയുള്ള മനുഷ്യരായിട്ട് തീരുകയും അതിൻ്റെ ആ പ്രകൃതി നമ്മൾ വളർന്നു വന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.